guys, welcome back to my channel. And the CG segment is probably most requested video innate. So I'm so happy to know that in the video content kore pere CG journey start cheyidittunde and I've got a lot of DMs. So I'm really happy that inki ningale CG journey ilki inspire cheyan pattittu. Start cheyumbo obviously beginners ne face cheyana one of the main issues aanu നമ്മുടെ വാഷ് ഡേയുടെ അന്ന് മാക്സിമം അതിൻ്റെ നെക്സ്റ്റ് ഡേയും നമ്മുടെ കേൾസ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഡേ 2 ഡേ 3 ആകുമ്പോഴേക്കും നമ്മുടെ കേൾസ് ഓപ്പൺ ആയിട്ടുണ്ട്, ഡെഫിനിഷൻ കുറഞ്ഞിട്ടുണ്ട്, ഒബ്വിയസ്ലി ഫ്രിസും കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഇസ് മൈ ഡേ 4 റീഫ്രഷ്ഡ് ഹെയർ. സാധാരണ ഞാൻ എവറി 3 days ആണ് ഹെയർ വാഷ് ചെയ്യാറ്. പക്ഷെ ഈ വീഡിയോന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഞാൻ എൻ്റെ wash day on extend cheyidana so that I can show you how you can refresh your hair and still have your curls last. So if you can see there is still a lot of definition and curls. I can still carry this on for maybe another day or two. എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് ദിവ്യ സഹദേവൻ ആൻഡ് ലിവിങ് വിത്ത് ദിവി എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനൽ എന്ന് പറയാം. പക്ഷേ ഇറ്റ്സ് ബേസിക്കലി വെയർ ഐ എം ജസ്റ്റ് ഷെയറിങ് whatever little things I have learned in my life with you guys. ഇന്നത്തെ വീഡിയോയിൽ I'll show you how to refresh your hair for your non-wash days and irrespective നിങ്ങൾ ഏത് ഡേയിലാണ് I will show you day 1, day 2, day 3, day 4 വരെ എങ്ങനെ നമുക്ക് നമ്മുടെ കേൾസിനെ റീഫ്രഷ് ചെയ്തിട്ട് വാഷ് ഡേ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓൾസോ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. ഐ വിൽ ഗിവ് യു സം പ്രോ ടിപ്സ് ഓൺ ഹൗ നമ്മുടെ വാഷ് ഡേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം വിച്ച് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ CG ജേർണി. അപ്പോൾ ഡേ 1 ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റീഫ്രഷ് ഏറ്റവും കുറവ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ തീരെ ആവശ്യമില്ലാത്തത് പോലും. ബിക്കോസ് ഓൾറെഡി നമ്മുടെ തലേദിവസം വാഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആർ വെൽ ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് ഡേ 1 കാര്യമായിട്ടുള്ള റീഫ്രഷ് ആവശ്യമില്ല. ബട്ട് ഐ വുഡ് സജസ്റ്റ് ദാറ്റ് നമ്മൾ റീഫ്രഷിൽ സ്കാൽപ്പ് റീഫ്രഷിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കാൽപ്പിനെ ഒന്നും കൂടെ ഫ്രഷ് ആക്കും. അപ്പോൾ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓയിൽ നമ്മുടെ ഫിംഗർ ടിപ്സിൽ എടുക്കുക, എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ മാത്രം. ആൻഡ് ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ടു റീഫ്രഷ് ദ സ്കാൽപ്പ്. ആ ഇത്തിരി ഇച്ചിങ് ബിൽഡപ്പ് അതിനൊന്ന് മസാജ് ചെയ്തിട്ട് ഇറ്റ് വിൽ ഫീൽ ഗുഡ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന് ഒരു നല്ലൊരു ഫ്രഷ് ഒരു ഫീലിംഗ് തോന്നും. പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേൾ ക്ലംപിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങി അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ എണീക്കുമ്പോൾ യു വിൽ സീ ദാറ്റ് കേൾസ് ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ക്ലംപ്സ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ കേൾ ക്ലംപ്സിനെ വീണ്ടും നമ്മുടെ കയ്യിൽ വെരി ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓയിൽ എടുത്തിട്ട് ഈ ക്ലംസിനെ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഹെയറിന് ഒന്നും കൂടെ വോള്യൂം തോന്നിക്കും ആൻഡ് ഇറ്റ് ജസ്റ്റ് സ്റ്റാൻഡ് ബെറ്റർ. അപ്പോൾ ഡേ 1 ഇത്ര മാത്രമേ സാധാരണ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ഡേ 1 പോലെ ആവില്ല ചിലപ്പോൾ നിങ്ങളുടെ ഡേ 1. സോ നിങ്ങളുടെ ഇപ്പോൾ യു ജസ്റ്റ് സീ യുവർ ഹെയർ ടെക്സ്ചർ ആൻഡ് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക ലൈക്ക് വാട്ട് റീഫ്രഷ് യു വോണ്ട് ടു ഡു. ഇപ്പോൾ ഡേ 1 തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു മേ നോട്ട് ഹാവ് ലൈക്ക് വെരി ഗുഡ് ഡെഫിനിഷൻ. അപ്പോൾ ഒരു സ്ലൈറ്റ് ഒരു റീഫ്രഷ് ഒക്കെ ചെയ്താലും ഇറ്റ്സ് ഓക്കെ. ഡേ 2 ഡേ 3 അപ്പോൾ ഡേ 2 ഡേ 3 ഇത്തിരി ഇപ്പോൾ ഒരു 70% നമുക്ക് കേൾ ഡെഫിനിഷൻ ഉണ്ടാവും. പക്ഷേ ഇത്തിരി കേൾസ് ഒക്കെ ഇത്തിരി തുറന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഡെഫിനിഷൻ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ കേൾസ് ഓപ്പൺ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചർ കുറയുമ്പോഴാണ്. സോ ഒബ്വിയസ്ലി കേൾ ഡെഫിനിഷൻ കൂട്ടാനും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി ഇമ്പാർട്ട് സം മോർ മോയ്സ്ചർ നമ്മുടെ മുടിയിലേക്ക്. അപ്പോൾ നമ്മുടെ ഹെയറിൽ മോയ്സ്ചർ ഇൻഫ്യൂസ് ചെയ്യാൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഫസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇത്തിരി വാട്ടർ ആൻഡ് ലീവ്-ഇൻ ആൻഡ് ഓയിൽ ഇട്ടിട്ട് നന്നായി ഷേക്ക് ചെയ്തിട്ട് ഈ മിക്സ്ചറിനെ മുടിയിൽ നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിൽ ഫ്രിസിനൊക്കെ ഒന്ന് താത്തി ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് നോർമലായിട്ട് എയർ ഡ്രൈ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുക. ഈ ബോട്ടിലുള്ള മിക്സ്ചർ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഇൻട്രസ്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് ദിസ് stick around to the end. You can make this in many ways. പക്ഷേ this is just the ratio. എനിക്ക് വർക്ക് ചെയ്യുന്ന റേഷ്യോ ആണിത്. But you can also try experimenting to see what works for your hair. This one but works for me. അപ്പോൾ ഇത് കറൻ്റ്ലി എൻ്റെ ഡേ 4 ഹെയർ ആണ്. ഞാൻ സാധാരണ പൈനാപ്പിളിൽ ഇങ്ങനെ നിരയിൽ കെട്ടി വെക്കാറാണ് സാധാരണ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഡെഫിനിഷൻ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും റൂട്ട്സിലൊക്കെ മോസ്റ്റ്ലി ഓപ്പൺ ആയിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറേ ഡെഫിനിഷൻ ലോസ്റ്റ് ആയിട്ട് കേൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ റീഫ്രഷ് ചെയ്തെടുക്കാമെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ സ്കാൽപ്പ് റീഫ്രഷിനാണ്. അങ്ങനെ ഫ്യൂ ഡ്രോപ്സ് ഓയിൽ എൻ്റെ ഫിംഗർ ടിപ്സിലെടുത്തിട്ട് സ്കാൽപ്പിനെ നന്നായി ഒന്ന് സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്യുക.
പിന്നെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ ഇങ്ങനെ ചെട തീർക്കണ പോലെ ചെയ്യില്ല. ഓൺലി മസാജ് ആൻഡ് ടേക്ക് ഇറ്റ് ഓഫ്. ഇനി അടുത്തത് ചെയ്യാവുന്നത് ഈ കേൾസ് നോക്കുകയാണെങ്കിൽ ഈ കേൾ ക്ലംപ്സിനെ ഞാനൊന്ന് പതുക്കെ ഓപ്പൺ ചെയ്യാനാണ് നോക്കണേ. അപ്പോൾ ഓരോ കേൾ ക്ലംപ്സ് ഇങ്ങനെ നോക്കി എടുത്തിട്ട് അതിനെ പതുക്കെ വീണ്ടും കയ്യിൽ മേക്ക് ഷുവർ യു ഹാവ് സം ഓയിൽ, എന്നിട്ട് ഇങ്ങനെ ഈ കേൾസിനെ കൂടിയിരിക്കുന്നതിനെ നോക്കി പതുക്കെ സെപ്പറേറ്റ് ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ കേൾസിൻ്റെ ഒരു വോള്യൂമും കൊടുക്കാൻ നന്നായി സഹായിക്കും. ഇനി അടുത്തത് എൻ്റെ DIY ഹെയർ റീഫ്രഷ് സ്പ്രേ വെച്ചിട്ട് ഞാൻ എൻ്റെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഒന്നുകിൽ ഞാനിപ്പോൾ ചെയ്യണ പോലെ ഒരു ഫീൽ അനുസരിച്ചിട്ട് ഞാൻ ഡ്രൈ ആയിരിക്കുന്നിടത്ത് നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഓരോ സെക്ഷനായിട്ട് പോർഷൻ ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കോമ്പ് വെച്ചിട്ടോ മുടി വെച്ചിട്ടോ ഇത് മുടി ചീകാനൊന്നും നോക്കണില്ല. വെറുതെ ഇങ്ങനെ അതിൻ്റെ മേലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയിരിക്കുന്നിടത്തൊക്കെ നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രേ ചെയ്ത് അത്യാവശ്യം എല്ലായിടും ഒന്ന് ആയിങ്ങ് കൈ വെച്ചിട്ട് പ്രേയിങ് ഹാൻഡ്സ് മെത്തേഡിൽ നന്നായി കേൾസിനൊക്കെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഫ്രിഡ്ജിനെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് യു ക്യാൻ സീ ഹിയർ ഓൾറെഡി നല്ല കേൾസ് ഓൾറെഡി ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെ അധികം ഇനി സ്ക്രഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ചെറുതായിട്ട് വേണമെങ്കിൽ സ്ക്രഞ്ച് ചെയ്യാം. ആൻഡ് സ്ലൈറ്റ്ലി ഈ കേൾസിനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അധികം ചെയ്യരുത്, ബിക്കോസ് ഇറ്റ് മൈറ്റ് അഗൈൻ ഓപ്പൺ അപ്പ് യുവർ കേൾസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയാണ് ഒരു റീഫ്രഷിന് ആവശ്യമുള്ളൂ. ഇനി ഇതിനെ ഒന്നുകിൽ എയർ ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിഫ്യൂസർ വെച്ചിട്ട് ചെയ്യാം സമയമില്ലെങ്കിൽ. ഇനി രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ റെഡിമെയ്ഡ് ചില റീഫ്രഷ് പ്രോഡക്ട്സ് കിട്ടും വാങ്ങാൻ. ഇത് ഇന്ത്യയിൽ അത്ര കോമൺ അല്ല. എൻ്റെ കയ്യിലുള്ളത് ഈ 2 പ്രോഡക്ട്സ് ആണ്. ഇത് ജെസ്സിക്കേളിൻ്റെ ഇൻസ്പയറിംഗ് ഹെയർ സ്പ്രേ ആണ്. ശരിക്കും ഒരു വാട്ടറി പ്രോഡക്റ്റ് ആണ്, ശരിക്കും വെള്ളം പോലെ തന്നെ. ആൻഡ് ഇറ്റ് ഹാസ് ഇങ്ങനെ ഒരു സ്പ്രേ നോസിൽ ഉണ്ട്. ഇതിങ്ങനെ നോർമലി നമ്മുടെ ഹെയർ സ്പ്രേ ഉപയോഗിക്കുന്ന പോലെ തന്നെ യു സ്പ്രേ ഇറ്റ് ഓൺ യുവർ ഹെയർ ആൻഡ് ഇങ്ങനെ പ്രേയിങ് ഹാൻഡ്സിൽ സെറ്റിൽ ഡൗൺ യുവർ ഫ്രിസ് and let it air dry. അല്ലെങ്കിൽ this is also a product. ഇതൊരു ലിറ്റിൽ ബിറ്റ് മോർ ഒരു പ്രോഡക്റ്റ് ടൈപ്പ്, ഒരു ലീവിൻ, ലിറ്റിൽ മോർ കട്ടി കുറഞ്ഞൊരു ലീവിൻ പോലെയാണ്. ഇതൊന്നെങ്കിൽ നമ്മുടെ ഹെയറിനെ വാട്ടറി ആയിട്ട് ഡാംപ് ആക്കിയിട്ട് പിന്നെ യു ക്യാൻ അപ്ലൈ ദിസ്, അല്ലെങ്കിൽ ഡ്രൈ ഹെയറിനും അപ്ലൈ ചെയ്യാം. സോ യു ക്യാൻ സീ വാട്ട് വർക്ക്സ് ഫോർ യു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ എ സ്റ്റാർട്ടർ യു ഡോണ്ട് നീഡ് ദീസ് പ്രോഡക്ട്സ്. ആൻഡ് സ്പെസിഫിക്കലി ബിക്കോസ് ഈ പ്രോഡക്ട്സ് ഇപ്പോൾ കറൻ്റ്ലി ഇങ്ങനെ റീഫ്രഷ് പ്രോഡക്ട്സ് ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. But if you are aware of any products which help to refresh, let me know. I would love to try it. But these products I got from US and some of my friends sent it to me, and they're very expensive. So I don't really recommend shelling out so much money to buy a refresh product when you can easily try and make one at home. അപ്പോൾ നമ്മൾ ഡേ 4 ഡേ 5 എത്തുമ്പോൾ മോസ്റ്റ്ലി 80% നമ്മുടെ കേൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. വി ഹവ് ലോസ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഹെയർ ഡെഫിനിഷൻ ലോസ്റ്റ് ആയിട്ടുണ്ട്. എന്തോ നമുക്ക് വാഷ് ഡേനുള്ള സമയം കിട്ടിയിട്ടില്ല, ബട്ട് എന്തോ അത്യാവശ്യമായിട്ട് ഇപ്പോൾ പുറത്ത് പോകണം, അങ്ങനെ അധികം സമയമില്ല. അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഒരു റീഫ്രഷ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഡേ 4 ഡേ 5 ഇപ്പോൾ നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ വെച്ച് റീഫ്രഷ് ചെയ്താലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ബാക്ക് ദാറ്റ് മച്ച് ഡെഫിനിഷൻ. അപ്പോൾ വാട്ട് ഐ റെക്കമെൻഡ് ഇസ് നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യുക, വാട്ടർ വെച്ചിട്ട്, ഷാംപൂവിൻ്റെ ആവശ്യമില്ല, കണ്ടീഷണർ വെച്ചിട്ട് ഡീടാങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യില്ല, അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്നീക്ക് യു ക്യാൻ ഓൾസോ യൂസ്. ഇപ്പോൾ നമ്മുടെ ചില വാഷ് ഡേയ്സ് ഫെയിൽഡ് വാഷ് ഡേയ്സ് ഉണ്ടാവും. ദാറ്റ്സ് വെരി നോർമൽ, ബിക്കോസ് സംടൈംസ് എസ്പെഷ്യലി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ സംടൈംസ് നമ്മൾ സ്റ്റൈൽ ചെയ്യണത് ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾ ടു മച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ടു ലെസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അങ്ങനെ ചില ഫെയിൽഡ് വാഷ് ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഈ ടെക്നീക്ക് യു ക്യാൻ യൂസ് ഈവൻ ഓൺ യുവർ ഡേ 2 വെൻ യു ഹാഡ് എ ഫെയിൽഡ് വാഷ് ഡേ. നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യുക, കംപ്ലീറ്റ്ലി ഡീടാങ്കിൾ ചെയ്യുക കണ്ടീഷണർ വെച്ചിട്ട്, പിന്നെ സാധാരണ സ്റ്റൈൽ ചെയ്യണ പോലെ ലീവിനും ജെല്ല് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുക. ദാറ്റ്സ് എ ഫുൾ റീഫ്രഷ്. ഓൺലി ഡിഫറൻസ് ഇസ് നമ്മൾ ഷാംപൂ ചെയ്യുന്നില്ല സ്കാൽപ്പ്. ബട്ട് വാട്ട് ഐ വുഡ് സേ ഈസ്, ഇപ്പോൾ നമ്മൾ ഡേ 4 ഡേ 5 എത്താണെങ്കിൽ ട്രൈ നോട്ട് ടു പോസ്റ്റ്പോൺ യുവർ വാഷ് ഡേറ്റ്. ഇതിപ്പോൾ വേഴ്സ്റ്റ് കേസ് ഇപ്പോൾ തീരെ സമയമില്ലാത്തൊരു സാഹചര്യത്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്.
പക്ഷെ whenever you feel scalp itchy ആണെന്ന് തോന്നുകയാണെങ്കിൽ go for a complete wash day. ഇനി സം ഓഫ് മൈ ക്വിക്ക് ടിപ്സ് നിങ്ങളുടെ വാഷ് ഡേ നീട്ടാൻ. First and number one tip is to use a satin or a silk pillowcase. അപ്പോൾ ദിസ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ കോട്ടൺ പില്ലോ കേസ് കോട്ടൺ ഷീറ്റുമൊക്കെ കെടുക്കുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ മുടി ആ ഷീറ്റിനെ വെച്ച് ഒരഞ്ഞ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് സ്റ്റാറ്റിക് ആൻഡ് അത് കുറേ ഫ്രിസ് ഉണ്ടാക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ യുവർ ഹെയർ വിൽ ബി ഫ്രിസി, എക്സ്പെഷ്യലി ഇപ്പോൾ കമന്ന് കിടക്കുകയാണെങ്കിൽ ഈ പോർഷൻ, അല്ലെങ്കിൽ മലർന്ന് കിടക്കുകയാണെങ്കിൽ ബാക്ക് പോർഷൻ. സോ അത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു നോട്ടീസ്. ആൻഡ് എക്സ്പെഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ തോട്ട് ലൈക്ക് ഇറ്റ് വാസ് വെരി സിലി ആൻഡ് ഇത് അത്ര വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല. പക്ഷേ ആക്ച്വലി ഉപയോഗിക്കുമ്പോൾ യു വിൽ ഫീൽ a lot of difference by using this. സാറ്റിൻ പില്ലോ കേസ് അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് സാറ്റിൻ അല്ലെങ്കിൽ സിൽക്ക് ബോണറ്റ് വരും. അതൊരു ഇങ്ങനെ ശരിക്കും ഒരു ഷവർ ക്യാപ്പ് പോലൊരു സാറ്റിൻ്റെ മെറ്റീരിയലിലുള്ളൊരു സാധനമാണ്. ഉറങ്ങാട്ട് മുമ്പ് പൈനാപ്പിൾ ചെയ്തിട്ട്, ഇഫ് യുവർ ഹെയർ ലോങ് ആണെങ്കിൽ പൈനാപ്പിൾ ചെയ്തിട്ട് ഒരു സാറ്റിൻ അല്ലെങ്കിൽ സിൽക്ക് ബോണറ്റ് വെച്ചിട്ട് യു ക്യാൻ സ്ലീപ്പ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഇസ് ഓൾസോ റിയലി ഗുഡ്. പക്ഷേ എന്തോ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒക്കെ ഉപയോഗിച്ചിരുന്നു ബോണറ്റ്, ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ് വാസ് വെരി സിലി ടു സ്ലീപ്പ് ഇൻ എ ബോണറ്റ്. ആൻഡ് ഓൾസോ ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ ഐ വാസ് ഓൾവേസ് വറീഡ്, ഇപ്പോൾ അയ്യോ ഇത് ഊരിപ്പോയോ ഇറങ്ങിപ്പോയോ. സോ അങ്ങനെ ഒരു പീസ്ഫുൾ ഒരു ഉറക്കം കിട്ടിയില്ല. ദാറ്റ്സ് വൈ ഐ ഡിച്ച്ഡ് ദ ബോണറ്റ് ആൻഡ് വെന്റ് ടു എ സാറ്റിൻ പില്ലോ കേസ്. ആൻഡ് ഇത് ഇസ് ഓസം. ലൈക്ക് സാധാരണ നമ്മുടെ പില്ലോ കേസ് പോലെ യു ജസ്റ്റ് യൂസ് എ സാറ്റിൻ പില്ലോ കേസ്. അപ്പോൾ വൺ ഓഫ് ദ തിങ്സ്, ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അറിയാം, എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഐ ഓൾവേസ് ക്യാരി മൈ സാറ്റിൻ പില്ലോ കേസ് വിത്ത് മീ. ദ ടിപ്പ് നമ്പർ 2 ഇസ് ടു സ്ലീപ്പ് ഇൻ എ പൈനാപ്പിൾ. അപ്പോൾ പൈനാപ്പിൾ ബൺ എങ്ങനെയാണ് കെട്ടാമെന്ന് ഞാൻ എൻ്റെ കേർലി ഹെയർ സ്റ്റൈൽസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ടേക്ക് എ ലുക്ക്. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് ടു, എന്താ പറയുക, നമ്മുടെ മുടീൻ്റെ കേൾസിനെ അങ്ങനെ സ്ട്രെച്ച് ചെയ്യാണ്ട് നീറ്റായിട്ട് ഒരു ഈ നെറിയയിൽ ഒരു ബൺ കെട്ടി വെച്ച് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അഗൈൻ മുടിയൊക്കെ ഈ പില്ലോ കേസിൻ്റെ മേലെയും ഷീറ്റിൻ്റെ മേലെയും ഒന്നും അരയാണ്ട് നീറ്റായിട്ട് നെക്സ്റ്റ് ഡേ ആ പൈനാപ്പിൾ ബൺ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണും. ഇൻഫാക്ട് പൈനാപ്പിളിൽ വെച്ച് കെട്ടി ഉറങ്ങുമ്പോൾ നെക്സ്റ്റ് ഡേ അത് ഊരുമ്പോൾ യു മേ ഈവൻ ഫീൽ വോള്യൂം ഇൻക്രീസ് ചെയ്ത പോലെ, ബിക്കോസ് നമ്മുടെ ടൈ ചെയ്യണത് ഇവിടെയല്ലേ. സോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് യു ഹാവ് മോർ വോള്യൂം ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് ടു ഗിവ് ദാറ്റ് ബൗൺസ്. തേർഡ് പോയിന്റ് ഇസ് ടു ഡു എ സ്കാൽപ്പ് റീഫ്രഷ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് ഡേ 1, ഡേ 2, ഡേ 3 ഓൾവേസ് ഇൻക്ലൂഡ് എ സ്കാൽപ്പ് റീഫ്രഷ്. അതല്ലാണ്ട് ഐ ഓൾവേസ് ഡു എ സ്കാൽപ്പ് റീഫ്രഷ്. എൻ്റെ നൈറ്റ് ടൈം റൂട്ടീനിൽ ഐ ഓൾവേസ് ഡു എ സ്കാൽപ്പ് റീഫ്രഷ്. അപ്പോൾ ഉറങ്ങാട്ട് മുന്നേ ജസ്റ്റ് ടേക്ക് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓയിൽ ആൻഡ് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡു എ സ്കാൽപ്പ് റീഫ്രഷ്. അത് റിയലി ഹെൽപ്സ് ടു സ്റ്റിമുലേറ്റ് യുവർ സ്കാൽപ്പ് ആൻഡ് സ്കാൽപ്പിനൊന്ന് ഫ്രഷായി അതിനെ ശരിക്കും ഒരു ബിൽഡപ്പ് ഒന്നും ഇല്ലാണ്ട്, ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് ടു എക്സ്റ്റെൻഡ് യുവർ വാഷ് ഡേ. ഇനി ഞാൻ എൻ്റെ DIY ഹെയർ റീഫ്രഷ് സ്പ്രേ എങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് ആവശ്യമുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. 1 കപ്പ് ഫിൽറ്റേർഡ് വാട്ടർ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോൾഡ് പ്രസ്ഡ് ഓയിൽ ഓർ എസെൻഷ്യൽ ഓയിൽ ആൻഡ് യുവർ ഫേവറേറ്റ് ലീവ്-ഇൻ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അഷ്ബയാണ് ആൻഡ് മൈ റൈറ്റ് റൂട്ട്സ് ഓയിൽ. പിന്നെ ഒരു ഹെയർ സ്പ്രേ ബോട്ടിലാണ്. ഇത് വെറും ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാം, ബട്ട് ദിസ് സ്പ്രേ ബോട്ടിൽ ഇസ് സ്പെസിഫിക്കലി ഗുഡ് ഫോർ ദിസ് ബിക്കോസ് അത് അപ്സൈഡ് ഡൗൺ ആയിട്ടും വർക്കാവും ആൻഡ് ഇറ്റ് വർക്ക്സ് സ്ട്രെയിറ്റ് ആസ് വെൽ. അപ്പോൾ ആദ്യം എൻ്റെ ഒരു മെഷറിംഗ് കപ്പിൽ ഞാൻ ഇത്ര ഒരു ലീവ്-ഇൻ ആണ് എടുക്കണേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലീവ്-ഇൻ എടുക്കാം. ഐ ഫീൽ അഷ്ബ വർക്ക്സ് വെരി വെൽ ഫോർ മൈ ഹെയർ. ആൻഡ് 1 കപ്പ് വാട്ടറിന് ഏകദേശം ഇത്ര ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതിൽ ഇത്തിരി ഫിൽറ്റേർഡ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യല്ല, ഒന്ന് ലൂസാക്കാണ് സോ ദാറ്റ് ഐ ക്യാൻ pour it into the bottle. This I'm just going to pour into my spray bottle and then I'm going to pour ഈ ബാക്കിയുള്ള വെള്ളം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു 10 ഡ്രോപ്സ് ഓഫ് ഈ റൈറ്റിസ് റൂട്ട്സ് ഓയിൽ ഞാൻ എടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലിൽ ഇടുക ആൻഡ് നന്നായി ഷേക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നതിനായിട്ട് മുന്നേ ഷേക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറിയാൻ റീഫ്രഷിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് വന്ന DMsൽ ഐ തിങ്ക് എത്ര പേരോടാണ് ഞാൻ ഈ റീഫ്രഷിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് ദിസ് വാസ് സച്ച് എ ബിഗ് ക്വസ്റ്റ്യൻ വിച്ച് ഐ കെപ്റ്റ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്ലി. സോ ഐ ഹോപ്പ് നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് ലെറ്റ് മീ നോ ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഫോർ യു ഓൾസോ ലെറ്റ് മീ നോ. ഐ ക്യാൻ ട്രൈ ആൻഡ് ഹെൽപ്പ് യു ഔട്ട്. ചിലപ്പോൾ ആ സ്പ്രേ ബോട്ടിലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല.
സോ ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് തിങ്സ്, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പേടിക്കേണ്ട, ബിക്കോസ് ദാറ്റ് ഈസ് ദ കോർ ഓഫ് ദ CG മെത്തേഡ്. നമുക്ക് ശരിക്കും നമ്മുടെ മുടീൻ്റെ ആവശ്യമുള്ള ദ ബെസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഇപ്പം ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. So try and find what works for your hair. That's very important. Pinne don't worry too much about the refresh, because as and when ഇപ്പോൾ നിങ്ങൾ CGയിൽ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സമയം പോകുന്നതനുസരിച്ച് your curls will automatically get more healthy and അത് കൂടുതൽ ദിവസം ലാസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ ആക്ച്വലി വളരെ കുറച്ചാണ് റീഫ്രഷ് ചെയ്യാറ്. ആകെ എമർജൻസി സിറ്റുവേഷൻസ്, ചിലപ്പോൾ സം ഫെയിൽഡ് വാഷ് ഡേയ്സ്, അങ്ങനെയൊക്കെയാണ് ഞാൻ റീഫ്രഷ് ചെയ്യാറുള്ളൂ. അതർവൈസ് ഐ ഹാർഡ്ലി റീഫ്രഷ്. ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ എൻ്റെ ഒരു 2 year ജേർണിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേ ബി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ മാത്രമാണ് കേൾസ് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുക, പിന്നെ തേർഡ് ഡേ ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഓപ്പൺ. അപ്പോൾ അത് സ്ലോലി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഒരു 6 months 7 months ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി യുവർ കേൾസ് സ്റ്റാർട്ട് ലാസ്റ്റിംഗ് ലോങ്ങർ ആൻഡ് നമുക്ക് നമ്മുടെ വാഷ് ഡേയും അങ്ങനെ തന്നെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. എൻ്റെ CG സെഗ്മെൻറ്റ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാറ് ഫ്രം ദ സ്റ്റാർട്ടിങ്. അപ്പോൾ ലെറ്റ് മീ നോ. റീഫ്രഷ് ഒരു മേജർ ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നിങ്ങളുടെ മേജർ ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനനുസരിച്ച് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കും. സോ മേക്ക് ഷുവർ യു ലെറ്റ് മീ നോ ഓൺ ദ കോമെൻറ്റ് സെക്ഷൻ ബിലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ DM ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിനൊരു ബിഗ് തംസ് അപ്പ് തരാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അത് ശരിക്കും എനിക്ക് ഇനിയും വീഡിയോസ് ഉണ്ടാക്കാൻ ഒരു ഇൻസ്പിറേഷൻ ആണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് വീക്ക്. ഇറ്റ്സ് മീ ദിവി സൈനിങ് ഔട്ട്. പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേൾ കളം. പിന്നെ